രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. ഞാനും സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ വചനം ഇവിടെ പ്രസ്താവിക്കുമ്പോൾ താൻ ജ്ഞാനിയായിരുന്നു, പക്ഷെ തന്റെ പ്രസംഗ വിഷയത്തിൽ ജ്ഞാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയെന്നാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്. പക്ഷെ അതിനു മുമ്പായി പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്നാണ്. ജ്ഞാനത്തെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ മാനുഷികമായ അറിവിനെ മാറ്റി നിർത്തി ദൈവിക അറിവിനെ പ്രാപിച്ചുകൊണ്ട് താൻ പ്രസ്താവിക്കുന്ന കാര്യങ്ങളാണല്ലോ നാം വായിച്ചു കേട്ടത്. ഏലിയുടെ കാലം നമുക്കറിയാം. ഏലിയുടെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. ഇന്നലെ ഇന്നും എന്നേക്ക് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ആ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിന് സാധ്യത കുറവാണ്. പക്ഷെ ദൈവവചനത്തെ സ്വീകരിക്കുവാൻ, അത് പ്രയോജനപ്പെടുത്തുവാനുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ ഇല്ലാതായിപ്പോയി എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദർശനവും ഏറെയില്ലായിരുന്നു. പരാജയപ്പെട്ട ഒരു സമൂഹത്തിൽ ആ പരാജയത്തെ മാറ്റുവാനായിട്ട് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ജ്ഞാനം പ്രസ്താവിക്കുന്ന വിധത്തിലല്ല എന്നാണ് അത് പറയുന്നത്. നാം ദൈവവചനം ശ്രദ്ധിച്ച് പഠിച്ചു വരുമ്പോൾ ഒരു കുറച്ച് സമ്പത്തിനു വേണ്ടി, കുറച്ച് പണത്തിനു വേണ്ടി ഗേഹസ്ഥിതി തൻ്റെ ജീവിതത്തെ, അല്ലെങ്കിൽ തൻ്റെ ആ കുഷ്ഠം പണം കൊടുത്ത് മേടിച്ചു അതുപോലെ ആയിപ്പോയി എന്ന് നമുക്കറിയാം. അത് തനിക്ക് മാത്രമല്ല തൻ്റെ സന്തതികൾക്കും സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ദൈവവചനത്താൽ ക്രമീകരണം വരുത്തേണ്ട ആ ഭാഗങ്ങളെ വളരെ ശ്രദ്ധിച്ച് നാം അത് ചെയ്യുന്നില്ലെങ്കിൽ വരുന്ന അനർത്ഥമാണത്. ലോത്തിന്റെ കാലത്ത് ശ്രദ്ധിച്ചു നോക്കിക്കേ. ലോത്ത് സ്വാഭാവികമായി മാനുഷിക കണക്കുകൂട്ടലിൽ നീരോട്ടമുള്ള സ്ഥലം നോക്കിയപ്പം ലോത്തിന് നഷ്ടമായത് തൻ്റെ ജീവിതം മുഴുവനാണ്, തൻ്റെ തലമുറയുമാണ്. ചിലത് നമ്മൾ ആത്മീക കണ്ണുകൊണ്ട് മാത്രം കാണണമെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പഠിപ്പിക്കൽ. എല്ലാം നമ്മൾ മാനുഷികമായ കണക്കുകൂട്ടലിൽ ചെയ്തെടുത്താൽ നമുക്ക് സംഭവിക്കുന്ന പരാജയം, നമ്മുടെ തലമുറയ്ക്ക് സംഭവിക്കുന്ന പരാജയം, അതിനെ നികത്തുവാൻ കഴിയാത്ത ഏറിയ നഷ്ടവും കഷ്ടവും സംഭവിച്ച വ്യക്തികളാണ് നാം ഈ വായിച്ചു കേട്ടത്. ഇങ്ങനെ അനവധിയുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ പ്രസംഗവും എന്റെ വചനവും അറിവിൽ നിന്നല്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അത് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജഡ സ്വഭാവവും സമ്പത്തിനോടുള്ള ആഗ്രഹവും സ്ഥാനമാനങ്ങളും ഒക്കെ മുന്നിൽ കണ്ട് നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ വെളിപ്പാടുകളാണ്. അത് നമുക്ക് അടയപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് വിശുദ്ധിയിലും വിശ്വസ്തതയിലും സ്നേഹത്തിലും ദൈവത്തെ സേവിച്ച് നേടിയെടുക്കേണ്ടതാണ്. അറിവ് സമ്പാദിക്കാനായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ലോകത്തിലുള്ള പലതും സമ്പാദിക്കാനായി നാം ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവിക വെളിപ്പാടാണ്. ആ ദൈവിക വെളിപ്പാട് നമുക്ക് നഷ്ടമാകുമ്പോൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും നാം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനും അത് ദോഷമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായി ഈ പറയുന്ന വിധത്തിൽ ലോകത്തോടുള്ള നമ്മുടെ പറ്റുമാനത്തെ അറുത്തുമാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവിക വെളിപ്പാടുകൾ നമുക്ക് നഷ്ടമാകുന്നു. ദൈവിക വെളിപ്പാടുകൾ നഷ്ടമാകുമ്പോൾ നമ്മുടെ നിത്യതയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടെന്നാണ് ഇവിടെ നമുക്ക് തിരിച്ചറിവായിട്ട് ദൈവജനത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ്. കാരണം യേശുവിന്റെ ക്രൂശിൽ കൂടെ മനുഷ്യന് ലഭ്യമാകുന്ന ആത്മീക ഭൗതിക നന്മകളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ പൗലോസ് ലോകത്തിന്റെ കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്
സകലവും ക്രൂശിൽ കൂടെ മനുഷ്യരാശിക്ക് നൽകപ്പെട്ടു എന്നുള്ള സത്യത്തെ താൻ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിൽ ആവശ്യമായ എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് തന്റെ ആത്മീക ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ക്രൂശിക്കപ്പെട്ട യേശുവിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ള ആ സത്യം താൻ അറിഞ്ഞതുകൊണ്ടാണ്. ലോകജ്ഞാനികളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ജ്ഞാനിയായിരിക്കുന്ന പൗലോസ് തന്റെ ജ്ഞാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവിക കാര്യങ്ങളിലേക്ക് തിരിയുമ്പോൾ, ആത്മീക ജ്ഞാനം തന്നെ ഈ ലോകത്തിന്റെ ജ്ഞാനം പഠിപ്പിക്കാത്ത പലതും പഠിപ്പിക്കുകയും ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന് എത്തിപ്പെടാത്ത പല മേഖലകളിലും എത്തിപ്പെടാൻ കഴിഞ്ഞതും ദൈവിക ജ്ഞാനം കൊണ്ടാണെന്ന് പൗലോസ് മനസ്സിലാക്കി. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നതും ദൈവിക ദർശനങ്ങളും ദൈവിക വെളിപ്പാടുകളും താൻ മനസ്സിലാക്കുന്നതും ദൈവത്തിൽ നളവില്ലാത്ത ആത്മീക സത്യങ്ങളെ താൻ മനസ്സിലാക്കുന്നതും മനുഷ്യനെ ഗ്രഹിച്ചുകൂടാത്ത ആത്മീക സത്യങ്ങൾ, നന്മകളെ താൻ ഗ്രഹിക്കുന്നതും ഈ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിൽ കൂടിയാണെന്നുള്ള സത്യത്തെ താൻ പ്രസ്താവിക്കുകയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിന്റെ ജ്ഞാനം നമുക്ക് സമ്പാദിച്ചെടുക്കുവാനായിട്ട് ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷെ അതിൽ കൂടിയൊന്നും ദൈവത്തിന്റെ ജ്ഞാനത്തെ നമുക്ക് ഗ്രഹിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു ഭക്തന് അത് അറിവോ അറിവില്ലായ്മയോ അല്ല അവിടുത്തെ പ്രശ്നം. ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തന്റെ മേലെ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കുന്ന അളവില്ലാത്ത ദൈവിക നന്മകളാണ് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അതിനെ തടയുവാൻ മറ്റാർക്കും കഴിയില്ല. അത് മറ്റെവിടെ നിന്നും ലഭിക്കുന്നതുമല്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സകലവും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ നിത്യതയും അതിലുണ്ട്. തന്റെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ മേഖലയിൽ പോലും തന്നെ കൈവിടാതെ പിൻപറ്റുന്ന ആ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ സാന്നിധ്യം തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നാം ചിന്തിക്കുന്നതിനപ്പുറമായി ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ താനതിനെ ഏറ്റവും താലോലിച്ച് താനതിനെ ഏറ്റവും കൂടുതൽ ഗ്രഹിച്ച് മറ്റുള്ളതിനെല്ലാം മാറ്റി നിർത്തുവാനായിട്ട് താൻ ശ്രമിച്ചിരുന്നു എന്ന് തന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു തളർവാദ രോഗി എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ മനുഷ്യനെ യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ മേൽക്കൂര പൊളിച്ചിറക്കി വെച്ച നമുക്കറിയാം. കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ മനുഷ്യനോട് പറയാ, നീ നിന്റെ കിടക്കെടുത്ത് നടക്ക്, നിന്റെ പാപങ്ങളൊക്കെ ഞാൻ മോചിച്ചിരിക്കുന്നു. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം യേശു ക്രിസ്തുവിൽ കൂടെ പ്രകടമായിരുന്നത് തന്റെ ശിഷ്യന്മാരിൽ കൂടെയും തന്റെ അപ്പോസ്തലൻ അല്ലാത്ത പൗലോസിൽ കൂടെയും അല്ലെങ്കിൽ തന്റെ ശിഷ്യനല്ലാത്ത പൗലോസിൽ കൂടെയും അത് അത്യന്ത ശക്തിയോടെ പ്രകടമായ സംഭവങ്ങൾ ദൈവജനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ കിളിവാതിലുകളെ പൗലോസിന് വേണ്ടി കർത്താവ് തുറന്നപ്പോൾ താൻ ഈ ലോകത്തിൽ ചെയ്ത അത്യന്ത ശക്തിയുള്ള ദൈവിക പ്രവൃത്തികൾ അത് വളരെ ശ്രേഷ്ഠമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ പൗലോസൊക്കെ യാത്ര ചെയ്ത് ദ്വീപിൽ കൂടെ പാംഫോസ് വരെ എത്തിയപ്പോൾ അവിടെ ബർ യേശു എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകനെ ദേശാധിപതിയുടെ വിശ്വാസത്തെ തടുക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 9 മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാലും. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ സത്യസുവിശേഷത്തിന് വിരോധമായ ഒരു വ്യക്തി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇതാണ് ആത്മാവിന്റെ പ്രവൃത്തി, ആത്മനിറവിലുള്ള ശുശ്രൂഷ, ആത്മാവിന്റെ പ്രകടമായ ശക്തി. ഇതാണ് ഇന്ന് നമുക്കിത് അന്യം നിന്ന് വരികയല്ലേ ചെയ്യുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ ആ ദേശാധിപതി വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടസ്സം നിന്നപ്പോൾ പൗലോസിൽ പരിശുദ്ധാത്മാവിൽ നിറവിൽ താൻ പ്രസ്താവിക്കുന്ന കാര്യമുണ്ട്. സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് ഏതെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല. തന്റെ വിശ്വാസത്തെ തടുക്കുവാനായി സാത്താന്യ ശക്തി തന്നിൽ പ്രകടമായി വന്നപ്പോൾ ആത്മാവിന്റെ ശക്തിയുടെ പ്രകടമായ ഒരു പ്രവൃത്തി ആ മനുഷ്യന്റെ മേലെ പൗലോസ് ആജ്ഞാപിച്ചാക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇന്നും നമുക്ക് ഇത് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നാം പാർക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ നമ്മൾ വിഷമിക്കുന്ന പല കാരണങ്ങളെയും പിന്നിൽ ഇങ്ങനെയുള്ള തിന്മകൾ വരുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ അതിനെ എതിർക്കാനുള്ള ആത്മനിറവ് ഈ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിൽ നാം പ്രാപിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള സത്യം നാം പലപ്പോഴും മറന്നുപോയി നാം ഭയത്തിനടിമയായി പോകുന്നുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള അത്യന്ത ശക്തി ഈ സുവിശേഷത്തിൽ ആത്മാവിൽ നമുക്ക് അധികാരത്തോടെ നൽകിയിട്ടുണ്ടെന്ന് ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ കൂടെ
നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവാണ് നമ്മെ രക്ഷിച്ചതെങ്കിൽ ഈ പറയുന്ന കാര്യം സത്യമാണ്. ദൈവവചനത്തിന്റെ ആ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ആത്മാവിന്റെ നിറവിൽ നാം ഈ കാര്യത്തെ ഇന്നും ആത്മക്കണ്ടുകൊണ്ട് കണ്ട് നമുക്ക് ഇതിനെ തകർത്ത് കളയാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. അത് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഒന്നും കൂടെ നമുക്ക് ധൈര്യത്തോടെ മുന്നേറുവാനായിട്ടുള്ള ആ സാഹചര്യം നമുക്ക് ഒരുങ്ങി വരുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഇത് വെറുതെ എന്റെ ജ്ഞാനത്തിൽ പറയുന്നതല്ല, അത് ഞാൻ മാറ്റിവെച്ചു. ഞാൻ ഒരിക്കൽ ജ്ഞാനം കൊണ്ട്, ന്യായപ്രമാണത്തിൽ എനിക്കുള്ള അറിവ് കൊണ്ട് യേശുക്രിസ്തുവിനെതിരായി പ്രവർത്തിച്ചവനാണ് ഞാൻ. അത് ഒരു സുപ്രഭാതത്തിൽ എന്നോട് കർത്താവ് കരുണ കാണിച്ചതുകൊണ്ട് ഡെമസ്കോസിൽ വെച്ച് ഞാൻ അത് അവസാനിപ്പിച്ചു എന്നാണ് പൗലോസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ജ്ഞാനമൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിനുള്ള ആത്മാവിന്റെ പ്രകടമായ പ്രവൃത്തികൾ തന്റെ ജീവിതത്തിൽ തനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തന്റെ യാത്രയിൽ വെളിച്ചപ്പാട് ആത്മാവുള്ള സ്ത്രീയെ പല പ്രാവശ്യവും ഇതാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് രക്ഷാവചനം സംസാരിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് പുറകെ വന്നപ്പോൾ പൗലോസ് അനങ്ങിയില്ല. അത് കാലങ്ങൾ നീണ്ടുപോകുമ്പോൾ പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തോട് പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകാനായിട്ട്, അല്ലെ? അപ്പൊ ആത്മാവിന്റെ ആ പ്രകടമായ ശക്തി പൗലോസിൽ നിന്ന് ആ വെളിച്ചപ്പാട് ആത്മാവുള്ള സ്ത്രീയിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ. നോക്കണം, ആ വെളിച്ചപ്പാട് ആത്മാവുള്ള സ്ത്രീയെ നോക്കി എന്നല്ല പറയുന്നത്, അവളിലുള്ള ഭൂതത്തോട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മാവിലുള്ള ശുശ്രൂഷയ്ക്ക് വളരെ കൃത്യമായ ഒരു ഉദ്ദേശവും വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുമുണ്ട്. പൊട്ടക്കണ്ണന്റെ മാവിലേറ് പോലെയല്ല ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് കൃത്യമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെ? ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പോലെ വിക്കി പറയുന്ന പേരുകൾ, അങ്ങനെ ഏതെങ്കിലും ഒരു പൊട്ടൻ അതിനകത്തുണ്ടെങ്കിൽ ആ പേരിനെ പറഞ്ഞിട്ട് അവരെ വശീകരിക്കുന്ന കാര്യമല്ല. ഇത് വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് ആ മനുഷ്യനെ ആ ആത്മാവിന് ഉന്നം വെച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. ആത്മാവിന് ഒരു കൃത്യതയുണ്ടല്ലോ, അല്ലെ? ഒരു തോന്നലല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് ആ വെളിച്ചപ്പാട് ആത്മാവുള്ള ആ സ്ത്രീ കാര്യങ്ങളെയാണ് ബോധ്യപ്പെടുത്തിയതെങ്കിലും അതിന്റെ ആ ശരിയായ വശം മനസ്സിലാക്കിയ പൗലോസ് പറയാ, ആത്മാവിൽ പൗലോസ് നിറഞ്ഞിട്ട് പറയാ ഭൂതത്തോട് പുറത്തു പോകാൻ. അപ്പോൾ പറഞ്ഞ കാര്യം സത്യമാണ്. പക്ഷേ ആ സ്ത്രീ അത് നിമിത്തം അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിലുള്ള ആത്മാവിന്റെ നിറവ്, ആത്മശക്തി ആ സ്ത്രീയെ മാത്രമല്ല ആ സമൂഹത്തെ രക്ഷിക്കുവാൻ പൗലോസിന്റെ ഒരു വാക്കിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നത് ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമാണ് ഇവിടെ, ആത്മാവിന്റെ പ്രദർശനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് മുഖാന്തരം ദൈവം അത്യന്തമായ പ്രവൃത്തി ചെയ്തു എന്നാണ്. നമുക്കൊന്ന് ആ വാക്യം കേൾക്കാം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ അവന്റെ മേമേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. പൗലോസിന്റെ മേൽ നിന്ന് ഉത്തരീയവും താൻ ധരിക്കുന്ന വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന കർച്ചീഫോ തോർത്ത പോലുള്ള ആ വസ്തു രോഗികളുടെ മേലെ കൊണ്ടിടുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്യത്തക്കവണ്ണം ആത്മാവ് തന്നെ അത്രമാത്രം പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ പൗലോസിന്റെ വാക്കുകൾ കൊണ്ടോ പൗലോസിന്റെ സമയം കൊണ്ടോ പൗലോസിന്റെ അറിവ് കൊണ്ടും തന്റെ പ്രസംഗം കൊണ്ടും ഒക്കെ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിക്ക് അപ്പുറമായി തന്നിൽ കൂടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെടുക്കാനായിട്ട് നോക്കുമ്പോൾ ആത്മാവിന്റെ അത്യന്ത ശക്തി, ആത്മാവിന്റെ പ്രകടമായ ഒരു പ്രവൃത്തി തന്റെ വസ്ത്രങ്ങളിൽ കൂടെ പോലും ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് ഈ ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സഹോദരങ്ങളെ, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം നമ്മെ എത്രമാത്രം കരുതുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ നമ്മിൽ കൂടെ വിടുവിക്കപ്പെടുവാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജഡ സ്വഭാവത്തിന്റെയും പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെ ഒക്കെ മുന്നിൽ അത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവിക വെളിപ്പാടിനെ സ്വായത്തമാക്കിയെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് അവരുടെ മുമ്പിൽ അടയപ്പെടുന്നു. എന്നാൽ പൗലോസ് സുവിശേഷ നിമിത്തം സകലവും ഛേദമെന്നെണ്ണി യാത്രയാകുമ്പോൾ പൗലോസിന്റെ വസ്ത്രത്തിൽ കൂടി പോലും ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുന്നു എന്നാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവിന്റെ പ്രകടമായ പ്രവൃത്തി ആ മനുഷ്യനിൽ കൂടെ അളവില്ലാതെ വണ്ണം ദൈവം ഈ ലോകത്തിലേക്ക് പെയ്തിറക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം സ്വർഗം തുറന്ന് ആ വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ആ വിധത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോൾ തന്നെ കുറിച്ച് ലോകം പറഞ്ഞതുണ്ടല്ലോ, താൻ ജ്ഞാനിയാണെന്നാണ്. അനന്തമില്ലാത്ത അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനത്തെ തന്റെ ജ്ഞാനം കൊണ്ട് തകിടം മറിക്കുവാൻ കഴിയുന്ന പൗലോസിന്റെ ജ്ഞാനത്തെ താൻ അടക്കി വെച്ചുകൊണ്ട് ദൈവിക ആത്മാവിന്റെ നിയോഗമാണ് തന്റെ ശുശ്രൂഷയിൽ ഉടനീളം വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്.
ഇന്നോ ഇതൊന്നും മരിച്ചു പോയിട്ടില്ലല്ലോ, ഇന്ന് ദൈവിക ജ്ഞാനത്തിനൊന്നും കുറവില്ലല്ലോ, ദൈവിക അരുളപ്പാടുകൾക്കൊന്നും കുറവില്ലല്ലോ. പക്ഷേ ഞാനും നിങ്ങളും നമ്മൾ പലപ്പോഴും ദൈവസേനയിൽ വളരാൻ കഴിയാതെ ഭാരപ്പെട്ടും ഭയപ്പെട്ടും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ പലപ്പോഴും വഴിമുട്ടി നിൽക്കുന്ന സങ്കടകരമായ നമ്മുടെ ശാരീരിക മാനസിക സംഘർഷത്തെ അതിജീവിക്കാൻ കഴിയാതെ പലപ്പോഴും ഇരുടിനെ ഇടിച്ചു നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാം ഒന്നും കൂടെ ശോധന ചെയ്തിട്ട് അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും ദൈവത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് നമ്മെ തടസ്സപ്പെടുത്തുന്ന സകല തിന്മകളെയും, ഈ വിധത്തിലുള്ള സകല സാത്താന്യ പദ്ധതികളെയും കീറിമുറിച്ച് മുന്നേറുവാനുള്ള അധികാരവും അഭിഷേകവും ദൈവം നമ്മുടെ മേലെ പകർന്നിട്ടുണ്ടെന്ന് പൗലോസ് നമ്മോട് പ്രസ്താവിക്കുന്ന ഭാഗങ്ങളാണ് ഈ വായിച്ചു കേൾക്കുന്നതൊക്കെ. ഒരിക്കലും പൗലോസ് പ്രസംഗിക്കാനായിട്ട് നിന്നേ, പൗലോസിന്റെ പ്രസംഗത്തിൽ ഫെസ്തോസ് പറയാ, പൗലോസെ നിത്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ പറയുന്നേ. നോക്കണം, അവിടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ജ്ഞാനമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ പൗലോസിന്റെ വാക്കുകൾ കേൾവിക്കാരുടെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ കലവറ തുറന്ന് ഇറക്കി വിടുന്നത് പോലെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പറയാ, നിനക്ക് വിദ്യാബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചെന്ന് പൗലോസ് പറയാ. സുബോധത്തോടെയാണ് സംസാരിക്കുന്നതെന്ന്. പക്ഷേ അവർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നുന്നത് അവരുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങളെ കൊട്ടയ്ക്ക് മറിച്ചതുപോലെ സകല രഹസ്യങ്ങളും പൗലോസിന്റെ വാക്കിന് മുമ്പാകെ അനാവൃതമായി തീർന്നിരിക്കുന്ന രംഗത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ പാപം നിറഞ്ഞ മേഖലകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന്റെ വാക്കുകളെ കടത്തിവിടുമ്പോൾ അവർ ആകെ വിഷമിച്ചു പോയി. എന്നിട്ട് ഒരു മനഃശാഞ്ചല്യം പോലെ പറയാം, നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. ഇവർക്ക് ഇരിക്കപ്പെടുത്തിയില്ലാത്തത് കൊണ്ടാണ്. കാരണം അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ഇരുളിന്റെ കലവറകളെ തുറന്ന് അവരെ കേൾപ്പിക്കുന്ന വചനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കേൾവിക്കാരൊക്കെ കഴിഞ്ഞില്ല. ഇതല്ലേ പൗലോസിൽ കൂടെ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരുന്ന. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ലോകത്തിന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് ജീവനെ പോയെന്ന് വരാം. ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, പെന്തക്കോസ് സമൂഹത്തിൽ, പെന്തക്കോസ് സഭകളിലുള്ള തിന്മയുടെ ഇരുളടഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് ദൈവവചനത്തിന്റെ ആഴമായ ശക്തിയെ കടത്തിവിടുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവ സ്നേഹത്തിന്റെയും ദൈവാത്മ നിയോഗത്തിന്റെയും ആ വലിയ പ്രവൃത്തികളെ നാം അവഗണിച്ചുകൊണ്ടല്ലേ ഇന്ന് പോകുന്നത്. നമുക്ക് പറയാൻ തന്റെ ഇടമില്ലാതെ വരുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെ നാളെ എന്താകും എന്നുള്ള ഭയം നമ്മെ ഭരിക്കുന്നു. പക്ഷേ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയാ, ഈ വിധത്തിലുള്ള തന്റെ ശക്തിയേറിയ ശുശ്രൂഷ അല്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന ആ പൗലോസിന്റെ വാക്കുകൾ വളരെ ആഴമായി ആ ഭരണപക്ഷത്തിന്റെ ഉള്ളിലേക്ക് കീറി കടന്നു ചെല്ലുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പൗലോസ് സുബോധത്തോടെയാണ് സംസാരിച്ചെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കുമ്പോൾ നോക്കണം, സമൂഹത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള അത്യന്തമായ ശക്തിയാണ് തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അത് ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, പ്രമുഖന്മാരും എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പൗലോസ് പറയുമ്പോൾ, ക്രിസ്തുവിൽ നിന്ന് വെളിപ്പാടിനാൽ പ്രാപിച്ചെടുത്ത ദൈവ മർമ്മങ്ങളുടെ കലവറ തുറന്ന് മനുഷ്യ ഹൃദയത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് കർത്താവ് കണ്ടിരിക്കുന്ന ആ വിശ്വസ്തനായ ഗൃഹവിചാരകനായിരിക്കുന്ന പൗലോസിന്റെ വാക്ക് അനേക ഹൃദയങ്ങളെ ക്രിസ്തുവിലേക്ക് തിരിച്ചു വിടുവാനായിട്ട് പ്രയോജനകരമായെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നാം ഈ കാലഘട്ടത്തിൽ അതുപോലെ നിൽക്കേണ്ടവരല്ലേ? നമ്മെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മിൽ തന്നെ വരുമ്പോൾ നമുക്കൊന്നും കൂടെ കർത്താവിന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഒന്നും കൂടെ മൂർച്ചയുള്ളതാക്കി, പ്രയോജനമുള്ളതാക്കി, നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും പ്രയോജനമുള്ള മൂർച്ചയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ലയോ? നമ്മുടെ കർത്താവ് വരുവാൻ കാലമായില്ലയോ? ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായി അത് പഠിപ്പിക്കുന്നില്ലയോ? എല്ലാം ഒരു സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ നീങ്ങുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ സകല ഡീറ്റെയിലും അതിനകത്തുണ്ട്. ആധാർ മുതൽ നമ്മുടെ സകലവും, നമ്മുടെ കണ്ണും നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളൊക്കെ ആ ഒരു ഫോൺ നമ്പർ അടിച്ചാൽ കിട്ടുന്ന വിധത്തിൽ ആയിക്കഴിഞ്ഞു. ഇനി 666 ഒത്തിരി ദൂരമില്ല എന്ന് ദൈവവചനം അറിയുന്ന ഏതൊരു മനുഷ്യനും അറിയാം. കൊടുക്കൽ വാങ്ങലൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കാൻ പര്യാപ്തമായ രീതിയിൽ നമ്മുടെ സകലതും ഗവൺമെന്റിന്റെ കയ്യിലായില്ലേ? എല്ലാമായി കഴിഞ്ഞു. ഒന്നും നമുക്ക് രഹസ്യമായിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ അതീവ രഹസ്യമായ തലച്ചോറ് പോലും, നമ്മുടെ ചിന്താശക്തി പോലും ചോർത്തിയെടുക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം സത്യമാണ്, ദൈവവചനം പറയുന്ന ആ അവസാന നാളിലേക്ക് കാലം നീങ്ങുമ്പോൾ നാം കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ട അതിന്റെ ഏറ്റവും അവസാന സമയത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ഇവിടെ ആത്മാവിന്റെ പ്രദർശനം പൗലോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പ്രകടമാക്കുമ്പോൾ തന്റെ കേൾവിക്കാരിൽ നല്ല മാനസാന്തരം ഇവിടെ ഉളവാകുന്നതായി കാണാനായിട്ട് കഴിയുന്നുണ്ട്. നോക്കണം, ആത്മാവിന്റെ മാത്രമല്ല, അവിടെ അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലൊന്നുമില്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു എന്നാണ്.
ഈ ആത്മാവിന്റെ ആ ശക്തിയുടെ പ്രദർശനം അത് വളരെ ശക്തമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പൗലോസ് പറയും, ഈ അത്യന്ത ശക്തി ഞങ്ങളിൽ തന്നിരിക്കുന്നു എന്ന ദൈവവചനമാകുന്ന അത്യന്ത ശക്തി ആ പൗലോസിന്റെ മേലെ പകർന്നപ്പോൾ പൗലോസ് അതിനെ കൂടുതൽ പ്രയോജനമാക്കി. മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൺപാത്രത്തിൽ അത്രയെന്നാണ്. വളരെ സൂക്ഷിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ജീവിതത്തെ വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല, ഇതെല്ലാം വളരെ കൃത്യതയോടെ നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഭയത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒത്തിരി മുന്നോട്ട് പോകുന്നില്ല, നമ്മുടെ സമയമാകുമല്ലോ. ഇവിടെ പൗലോസിന് തന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പൗലോസിന് തന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു. കപ്പലിൽ അലയുന്ന സമയത്ത് 275 പേരും തന്നോടുകൂടിയുണ്ട്. ആ സമയത്ത് ഒരിക്കൽ പൗലോസ് വളരെ വേദനയോടെ തന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ പൗലോസിന്റെ അടുത്തേക്ക് ദൈവത്തിന്റെ ദൂതൻ അയക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിന് കുളിർമ തരുന്ന, നമ്മുടെ സകല സങ്കടത്തിനും അറുതി വരുത്തുന്ന, ഒറ്റപ്പെടലിന് അറുതി വരുത്തുന്ന, ആരാലും ത്യജിക്കപ്പെടുമ്പോൾ നാം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയ്ക്ക് അറുതി വരുത്തുന്ന വിധത്തിൽ അന്ന് രാത്രി ആ ഭീകരമായ അന്തരീക്ഷത്തിൽ ആ ആശ്വാസം നിരസിക്കപ്പെട്ട സഹായ ഹസ്തങ്ങളെല്ലാം നിരസിക്കപ്പെട്ട ആ സമയത്ത് ആ കടലിൽ, ആ ആഴക്കടലിന്റെ പരപ്പിൽ കർത്താവിന്റെ ദൂതൻ അന്ന് രാത്രി അല്ലെങ്കിൽ ആ ദിവസം പൗലോസിന്റെ അടുത്ത് വന്നിട്ട് പറയാം, പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കൊടുക്കാൻ കഴിയാത്ത, ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന, തന്നെ വെളിപ്പാടിനാൽ നിറയ്ക്കുന്ന, ആത്മാവിനാൽ നിറയ്ക്കുന്ന പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഇരുളടഞ്ഞൊരു മേഖലയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഭക്തന്റെ അടുത്തേക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന്റെ ദൂതനെ അയച്ചിട്ട് പറയാ, പൗലോസെ നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന്. നോക്കണേ, ദൈവത്തിന്റെ ആത്മാവിൽ ചരിക്കപ്പെടുന്ന, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ ഇരുളടഞ്ഞ മേഖലയിലേക്ക് കടക്കേണ്ടി വന്നാലും ആ സമയത്തും കർത്താവിന്റെ കരം അവനെ താങ്ങുന്നു എന്നുള്ളതാണ്. അവനെ കൈവിടാതെ അവനെ ആശ്വസിപ്പിക്കുകയും അവനെ കരുതുകയും സമയാസമയങ്ങളിൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ സ്നേഹം ഇവിടെ വളരെ വ്യക്തമായി പൗലോസിന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കയില്ല എന്നുള്ള തന്റെ ഉറപ്പിനെ ദൈവം പ്രകടമാക്കിയ പൗലോസിന്റെ അവസാന ജീവിതം വരെ തന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം, കാരാഗ്രഹത്തിനോ പീഡനത്തിനോ ഒന്നും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വണ്ണം അവസാനം തന്റെ കഴുത്തിൽ തല വേർപെടുന്ന സമയം വരെ അത് കർത്താവിന് വേണ്ടി മാത്രം നീക്കപ്പെട്ടതായിരുന്നു. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ കർത്താവും താനും തമ്മിൽ ഒരിക്കലും വേർതിരിക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിൽ ബന്ധിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു വർധന വേണ്ടേ? നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു വർധന വേണ്ടേ? നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് ഒരു വർധന വേണ്ടേ? നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വേണ്ടേ? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു വ്യത്യാസം വേണ്ടേ? നമ്മുടെ ആഗ്രഹം കർത്താവിന്റെ ആഗ്രഹമാണോ? ദൈവവചന പ്രകാരമാണോ നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചിന്തകളും നമ്മെ മാറ്റം വരുത്താൻ പര്യാപ്തമല്ലേ? എന്തുകൊണ്ട് നാം അതിൽ കൂടുതൽ തുനിയുന്നില്ല? കേവലം ഒരു വിശ്വാസത്തിന്റെ ഒരു ചട്ടക്കൂട് എന്ന പേരിൽ നമ്മൾ നിന്നു പോകുന്നില്ലേ? നമുക്ക് അതിനപ്പുറത്തേക്കൊന്നില്ലേ? ഒരു വളർച്ചയില്ലേ? നമ്മെ വളർത്തുന്ന കർത്താവല്ലേ? കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കുകയില്ലെന്ന്. പാതാള ഗോപുരത്തിന്റെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടല്ലോ ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക്. പക്ഷെ കർത്താവ് പറയാം, ഞാൻ എന്റെ സഭയെ പണിയും. അത് ഏത് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് വരെ നിന്നുവെങ്കിൽ നാളെയും അത് നിലനിൽക്കും. കർത്താവിന്റെ വരവ് വരെ, കാഹളം ധ്വനിക്കുന്നത് വരെ ദൈവസഭയുടെ പൂർണ്ണാധികാരത്തിൽ, പൂർണ്ണ പദവിയിൽ ആർക്കും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയാതെ അത് നിലനിൽക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സഭ മുഖാന്തരം അറിവായി വന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്ന ആ കർത്താവിന്റെ സഭയിലെ അംഗങ്ങളല്ലേ നാം? കർത്താവിന്റെ മക്കളല്ലേ? കാൽവരി രക്തം കൊണ്ട് നമ്മെ മുദ്രയിട്ടതല്ലേ? ആ രക്തത്തിന്റെ വിലകളല്ലേ നാം? അതുകൊണ്ട് എഫേസ്യ ലേഖനം 3:20 പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, അല്ലെ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ ആ പ്രകടമായ പ്രവൃത്തി ഈ കർത്താവ് നമ്മിൽ കൂടെ ഈ സമൂഹത്തിൽ പ്രകടമായി പ്രവർത്തിക്കുവാനായിട്ട് നാം നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ അത്യന്തമായ ഒരു ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുകയും ദൈവനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. ആ വാക്ക് ശ്രദ്ധിക്കണമേ. തനിക്ക് ജ്ഞാനത്തിന്റെ നിറവുണ്ട്. താൻ ആർജിച്ചെടുത്ത ജ്ഞാനം ചെറുതല്ല. തന്റെ ജന്മനാ ഉള്ള അറിവോ ചെറുതല്ല. തന്റെ കാര്യങ്ങൾ, എഴുത്തുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അതെല്ലാം താത്തി വെച്ചിട്ട്
മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കി, ചുമക്കേണ്ടതിനെ ചുമക്കുവാനായിട്ട് താൻ തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ആ ക്രൂശിക്കപ്പെട്ട യേശുവുമായി തന്റെ യാത്ര നിങ്ങൾ ഓർത്തു നോക്കിയേ. എത്ര എത്ര സന്തുഷ്ടമായിരുന്നു, എത്ര ശക്തമായിരുന്നു അത്. നമ്മൾ നോക്കുമ്പോൾ എന്റെ ചിന്തയിൽ പൗലോസ് ഒരിക്കൽ പോലും സമാധാന ദേശത്തൂടെ യാത്ര ചെയ്തിട്ടില്ല. എപ്പോഴും മരണവക്രത്തിൽ ആ സൈഡിൽ കൂടെ മാത്രമാണ് പൗലോസിന്റെ യാത്ര. തന്റെ ലേഖനങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരിക്കൽ പോലും ഒരാശ്വാസത്തിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അനന്യാസിനോട് കർത്താവ് പറയുമ്പോൾ അവൻ എന്തെല്ലാം എനിക്ക് വേണ്ടി സഹിക്കണം, എന്തെല്ലാം കഷ്ടം സഹിക്കണം, അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണെന്ന് പറയുന്ന അതുപോലെ പൗലോസിന്റെ യാത്ര എപ്പോഴും വേദനയുടെയും മരണത്തിന്റെയും പീഡനത്തിന്റെയും സാത്താന്യ ഏറ്റുമുട്ടലിന്റെയും ആ സൈഡിൽ കൂടെ മാത്രമായിരുന്നു. ലാസ്റ്റ് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ വേദനയിൽ കൂടെ മാത്രം ഓടിത്തീർത്ത മനുഷ്യൻ പറയാം, ഞാൻ എന്റെ ഓട്ടം തികച്ചുവെന്ന്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയും നല്ല സഹോദരങ്ങളെ, ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കും ഒരിക്കലും അതൊന്നും പറയാനുള്ള യോഗ്യത ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ലാസ്റ്റ് താൻ വേദനയിൽ കൂടെ മാത്രം യാത്ര ചെയ്ത് അതിന്റെ അക്കരക്കരയിലെത്തിയ ലാസ്റ്റ് മൂമെന്റിൽ താൻ പറയാം, ഞാൻ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, ഇനി എനിക്കായി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് എന്റെ അവസാന യാത്ര. സുഖലോലുപതയിൽ വെട്ടിപ്പിടുത്തങ്ങളിൽ എല്ലാം കീഴ്പ്പെടുത്തി എന്റെ കസാര ഉറപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതൊന്നും ദൈവമുമ്പാകെ വില പോകുന്നതല്ല. ഒരിക്കൽ നമ്മെ കണക്ക് തീർക്കുന്ന ദിവസമുണ്ടല്ലോ, നമ്മെ പേര് വിളിക്കുന്ന ദിവസമുണ്ടല്ലോ. നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാനായി നമ്മുടെ കാത് സന്തോഷിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള സകല ഒരുക്കങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ തുടരുവാനായിട്ട് കഴിയട്ടെ. അതുകൊണ്ട് പൗലോസ് പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ എന്റെ ശുശ്രൂഷയായിരുന്നത്. അതുകൊണ്ട് നമുക്കും അപ്രകാരം ക്രിസ്തു ജീവിതത്തിൽ ഈടുറ്റ ഉറപ്പുള്ള ഉപദേശപ്രകാരമുള്ള വചനപ്രകാരമുള്ള ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നല്ല ക്രിസ്തു നയിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. വരുവാൻ കാലമടുത്തല്ലോ, അവനൊരുക്കിയ വീട്ടിൽ നാം ചേർന്നിടുവാൻ. ഹല്ലേലൂയ. വരുവാൻ കാലമടുത്തല്ലോ, അവനൊരുക്കിയ വീട്ടിൽ നാം ചേർന്നിടുവാൻ. ഒരു നാളും ഇനി പിരിയാതെ മരുന്നമാനന്ദമാ. ഒരു നാളും ഇനി പിരിയാതെ മരുന്നമാനന്ദമാ. മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. മനമേ ചഞ്ചലമെന്തിനാ, നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട. കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ.